ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോക്ടർ ബി കാർത്തിക്. ഇറ്റ്സ് മീ കാർത്തി ഹിയർ. ഇന്നത്തെ വീഡിയോ വളരെ റെലവെന്റ് ആയിട്ടുള്ള വളരെ സീരിയസ് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് വന്നേക്കുന്നത്. അതിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഞാൻ റിസർച്ച് ചെയ്തിടത്തോളം എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു വീഡിയോ ആണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് നീറ്റ് വേഴ്സസ് മെന്റൽ ഹെൽത്ത്. രണ്ടും ഭയങ്കര കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള തീംസ് ആണ്, നമുക്കറിയാം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു വർഷം വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇപ്പൊ റിപ്പീറ്റിംഗ് ആയാലും റിപ്പീറ്റിംഗ് ആയാലും ഒക്കെ ഒരു വർഷം വെറുതെ നമ്മൾ വീട്ടിലിരിക്കുകയാണല്ലോ, വിത്തൗട്ട് പാർട്ടിങ്, എൻജോയ്മെന്റ്, ഫാമിലി ഫംഗ്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള ആൻസൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ തുടങ്ങിയ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വന്ന് പിടിപെടുക എന്നുള്ളത്. അപ്പോൾ അതിനെ മറികടക്കാനായിട്ടുള്ള കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് അല്ലെങ്കിൽ നമ്മുടെ റിപ്പീറ്റിംഗ് ജേർണിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടി കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സിമ്പിൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡു, ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. ഞാൻ കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സോ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതാണ്. വളരെ റെലവെന്റ് ആയിട്ട് നമുക്ക് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്കറിയാമല്ലോ കോട്ടയിലൊക്കെ എന്തുമാത്രം സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ആണ് നടക്കുന്നത് എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത്രയും സിലബസ് നമുക്ക് പഠിക്കാനുണ്ട്. ലൈക്ക് ഒരു 94 or 98 ചാപ്റ്റേഴ്സ് നമുക്ക് പ്ലസ് 1 പ്ലസ് 2 നമ്മൾ 2 വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യം നമ്മൾ വെറും 10 months കൊണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സിലബസിന്റെ ഒരു ലെങ്തും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അവോയ്ഡ് പ്രോക്രാസ്റ്റിനേഷൻ ആൻഡ് പെൻഡിങ് പോർഷൻസ്. നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. സോ അത് പിന്നെയും വളരെ ഒരു ലോഡായിട്ട് മാറുകയുള്ളൂ. ഇന്ന് നമുക്ക് പോർഷൻസ് പിന്നെ കുറഞ്ഞു വരില്ല. പിന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ നാളെ പഠിക്കാന്ന് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സോ അന്ന് നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് ആയാലും നിങ്ങൾ അന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ഫിസിക്സിന്റെ കുറച്ച് പ്രോബ്ലംസ് ഡെയിലി ഒരു 5 പ്രോബ്ലം വെച്ച് ഡെയിലി ചെയ്യുക. അതിനെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഒരു 45 പ്രോബ്ലംസ് പെർ ഡേ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ രണ്ടാമത്തെ കാര്യം, ഫ്രീക്വന്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റും എക്സാംസും അറ്റൻഡ് ചെയ്യുക. സോ ദാറ്റ് നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. ദെൻ സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മുടെ ലാസ്റ്റത്തെ ഒരു 3 hours 20 minutes ആണ് നമ്മൾ ഈ ഒരു വർഷം പഠിച്ചതിനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വറിയിങ് അബൌട്ട് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഇറലവെന്റ് ആയിട്ടുള്ള, നമുക്ക് ഒട്ടും പ്രാക്ടിക്കലി പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുക എന്നുള്ളത്. പലർക്കും ഈ ഓവർ തിങ്കിങ് കാരണമാണ് ഈ സ്ട്രെസ്, ആൻസൈറ്റി പോലുള്ള രോഗങ്ങൾ വന്ന് പെടുന്നത് തന്നെ. സോ അതിലോട്ടൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ലിവ് ഇൻ ദ പ്രസന്റ്. ഇപ്പോഴത്തെ കാര്യങ്ങൾ നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്ത് നല്ലൊരു ഷെഡ്യൂൾ ഫോളോ ചെയ്യുക, നല്ല രീതിയിലുള്ള ടൈം ടേബിൾസ് സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് നമ്മുടെ ലൈഫ് അല്ലേടാ, നമ്മുടെ ഇന്നത്തെ ഡേ വേറെ ആരെയായാലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ വേണ്ടി പാടില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ എഴുതി പേപ്പറിൻ്റെ അകത്തും ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള, ലൈക്ക് സ്റ്റഡിയിങ് ഫിസിക്സ് ഫോർ 1 hour. നിങ്ങൾക്ക് ടൈം ഇത്രയെന്ന് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാൽ പോലും സ്റ്റഡിയിങ് ഫിസിക്സ് അല്ലെങ്കിൽ ഇൻ കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് ആണെന്ന് പഠിക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഈസ് ദ തേർഡ് തിങ്, ദാറ്റ് ഈസ് സെറ്റിംഗ് എ പ്രോപ്പർ ഷെഡ്യൂൾ ഓർ ടൈം ടേബിൾ. പിന്നത്തെ കാര്യം ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ദാറ്റ് ഈസ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. കാര്യം നമ്മുടെ സ്കില്ലും നമ്മളും അല്ല മറ്റൊരാളെന്ന് പറയുന്നത്. അത് പലരും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പലർക്കും ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആവാൻ നേരത്തായിരിക്കും ആ ഒരു ഇത് ഫേസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ദാറ്റ് ഈസ് ഒരു റാങ്ക് ലിസ്റ്റ് ഒക്കെ ഇടാൻ നേരത്ത് നമ്മുടെ പേരും നമ്മുടെ ക്ലാസ്സിലെ ടോപ്പറും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, വെച്ച് കമ്പയർ ചെയ്യും. അതിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. നമുക്ക് കിട്ടുന്ന മാർക്ക് നമുക്ക് എപ്പോഴായാലും കിട്ടിക്കോളും. നമ്മൾ എപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അപ്പം നമ്മുടെ റിസൾട്ടും വന്നിരിക്കും. ദാറ്റ് ഈസ് അതിന്റെ ഒരു റേഷ്യോ 1:1 ആണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമുക്ക് റിസൾട്ട് വന്നിരിക്കും. ആ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഈസ് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. പിന്നെ നമ്മുടെ ഒരു ടൈം പീരീഡ്, നമ്മുടെ ഒരു ഏജ്, ദാറ്റ് ഈസ് ഒരു 18 to 20 years എന്നുള്ളത്
ഒരു ടീനേജ് ടൈം ആണല്ലോ. സോ ആ സമയത്ത് നമ്മൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഇൻ ദ സെൻസ് നമുക്ക് എപ്പോഴും അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ആ സമയത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് വന്നുപെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ആ ഇതിൽ നിന്ന് നമ്മൾ കഴിവതും മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഈസ് ഓവർ തിങ്കിങ് കുറയ്ക്കുക. ലിവ് ഇൻ ദ പാസ്റ്റ് ആണ് സത്യം പറഞ്ഞ ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ അത് പാസ്റ്റിൽ നിങ്ങൾ ജീവിക്കാതിരിക്കുക. സ്റ്റോപ്പ് വെറിങ് അബൌട്ട് ദ ഫ്യൂച്ചർ, ദാറ്റ് ഈസ് ഓവർ തിങ്കിങ്. അത് ചെയ്യാണ്ടിരിക്കുക. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു മെന്റൽ ഹെൽത്ത്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഓഫ് കോഴ്സ് എക്സാം സ്ട്രെസ് നമ്മുടെ എക്സാമിനോട് അടുക്കുമ്പോഴായിരിക്കും കൂടുതലും വരാൻ ചാൻസ്. അപ്പോൾ ആ സമയത്തും നിങ്ങൾ നല്ലൊരു ഷെഡ്യൂളൊക്കെ ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള റിവിഷൻ പ്ലാൻസും സ്ട്രാറ്റജീസ് ഒക്കെ കൊണ്ടുവന്ന് അതിനെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ എക്സാമിന്റെ ആ സമയത്ത്. അറ്റ് ലാസ്റ്റ് നമുക്കറിയാലോ ഒത്തിരി കുട്ടികൾ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ സിംറ്റംസിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഞാനിപ്പോ സൈലത്തിലാണ് പഠിച്ചത്, അവിടെ തന്നെ ആയാലും ഒരു കൗൺസിലറിനെ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിനെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെന്നൊന്ന് വിസിറ്റ് ചെയ്യുക. ഞാൻ തന്നെ ഇപ്പൊ ചെന്ന് വിസിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇത്രയും വർക്ക് ലോഡും പിന്നെ നമ്മളിപ്പോ ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ പാരന്റ്സിനെ വിട്ടു നിൽക്കുന്നതിന്റെ ഒരു വിഷമം അതൊക്കെ തുടക്കത്തിലേ കാണുകയുള്ളൂ, പിന്നെ നമുക്ക് കാണില്ല. എന്നാലും ആ സമയത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ ചെന്ന് കാണുക. അവര് നമുക്ക് പകർന്നു തരുന്ന ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടല്ലോ, അത് ഇറ്റ് ഈസ് അപ്രീഷിയേറ്റബിൾ. അത് നമുക്ക് വേറെ ആരെയും നമുക്ക് കിട്ടില്ല, പാരന്റ്സ് ഒക്കെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിൽ. അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ദാറ്റ് ഇസ് കൺസൾട്ട് സൈക്കോളജിസ്റ്റ് ഇൻ യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ റിപ്പീറ്റിംഗ് ജേർണിയിൽ നമുക്ക് ഉണ്ടാകുന്ന പലതരം സൈക്കോളജിക്കൽ സിംറ്റംസിനെയും സയൻസിനെയൊക്കെ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കും. സോ എൻ്റെ ഒരു പരിമിതമായ അറിവിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു. ഇനിയും നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ എൻ്റെ മെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ കുറച്ച് സൈലത്തിന്റെ ബുക്സ് സെല് ചെയ്യുന്നുണ്ട്. ഞാനൊരു റിപ്പീറ്റർ ആയിരുന്നു. ആ ബുക്സ് ഞാനിപ്പോൾ സെല് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സോ വേണമെന്നുള്ളവർ ആ കമന്റ് ID-യിൽ ആ മെയിൽ ID-യിൽ ഒന്ന് കമന്റ് ചെയ്യുക, ഒന്ന് മെയിൽ ചെയ്യുക. സോ ദാറ്റ് ഞാൻ ആ മെയിലിന് റിപ്ലൈ തന്ന് നിങ്ങൾക്ക് ഓർഡേഴ്സ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടുതൽ റിപ്പീറ്റിംഗ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.